പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യ-ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒക്ടോബർ മാസം ജപമാല മാസമാണല്ലോ. ഒക്ടോബർ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ജപമാല രാജ്ഞിയുടെ തിരുനാളുമാണല്ലോ. അത് ഒക്ടോബർ 7 തിങ്കളാഴ്ച ലോകമെങ്ങും ആഘോഷിക്കുകയുമാണല്ലോ. ഞങ്ങളുടെ ഇടവകയിലും ഒക്ടോബർ മാസം മുഴുവനും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഇടവകയാണ്. ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ ദിവസവും രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ആൾക്കാർ വന്ന് ജപമാല ചൊല്ലി അതിനുശേഷം പരിശുദ്ധ കുർബാന അർപ്പിച്ച് മുമ്പോട്ട് നീങ്ങുന്നു. ഒപ്പം വൈകുന്നേരങ്ങളിലും ആഗ്രഹമുള്ളവരെല്ലാവരും വന്ന് മെഴുകുതിരി കത്തിച്ച് പള്ളിക്ക് ചുറ്റും ജപമാല ചൊല്ലി ഈ മാസം പ്രത്യേകമായ ദൈവവിളി ഞങ്ങളുടെ ഇടവകയിൽ ഉണ്ടാകുന്നതിനും ലോകത്തിന് ദൈവവിളി സമൃദ്ധിയിൽ ഉണ്ടാകുന്നതിനും വേണ്ടിയൊക്കെ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ തോമസ് തറയിൽ പിതാവിൻ്റെ സ്ഥാനാരോഹണവും അതിൻ്റെ മെത്രാഭിഷേക കർമ്മങ്ങളും ഒക്കെയാണല്ലോ ഈ മാസത്തിൻ്റെ അവസാന ദിവസം. അതിനൊക്കെയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ലോകസന്നിധി സ്വീകാര്യമാകുന്നതിനായി ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒപ്പം ജപമാല രാജ്ഞിയുടെ ദിവസം ഞങ്ങളുടെ ഇടവകയിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എല്ലാവരുടെയും മൊബൈൽ ഫോൺ ഒന്ന് ആശീർവദിച്ച് നൽകുക എന്നുള്ളതാണ്. അതുവഴി കുടുംബങ്ങളിലുണ്ടാകുന്ന തിന്മകൾ അതിന് ഒരു പരിഹാരമായിട്ടും അത് ലോകത്തിന് നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. അങ്ങനെ നല്ലൊരു ആത്മീയ ഒരുക്കത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ഈ വിധ അറിവുകളെ മറ്റുള്ളവർക്കും അത് സംലഭ്യമായി അവരും അങ്ങനെയൊക്കെ ചെയ്ത് കർത്താവിൻ്റെ വിശുദ്ധിയിൽ പങ്കുചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്രകാരം ലോകത്തിന് മുമ്പ് ഞങ്ങളിത് പറയുക. നമ്മളുടെ ഈ മാസം മറ്റു വിശുദ്ധരുടെ മാസമാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ, അതുപോലെ തന്നെ വിശുദ്ധ ഫ്രാൻസിസ് അസീസി തുടങ്ങിയ വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും ഒക്കെ തിരുനാളുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇവരൊക്കെ ലോകത്തിന് കാട്ടിത്തന്നത് ദിവ്യകാരുണ്യത്തിൽ ആശ്രയിച്ചുള്ള ഒരു വിശുദ്ധ ജീവിതമാണ്. അതുകൊണ്ടാണ് ഈ ഒക്ടോബർ മാസം നമുക്ക് ശ്രേഷ്ഠമായ രീതിയിൽ എല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പരിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഇടയാകണം. അതിനായിട്ട് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ഗ്രൂപ്പിലുള്ള എല്ലാ മക്കൾക്കും പ്രത്യേകിച്ച് ഇടയാകണം. അങ്ങനെ എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 12-ാം അധ്യായം 1-ാം തിരുവചനം, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. അതെ, എല്ലാവരും സഭയിലുള്ള എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. അങ്ങനെ നമുക്ക് മുമ്പ് കടന്നുപോയ ആ വിശുദ്ധാത്മാക്കളോട് ചേർന്ന് നമുക്കും വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറി ഈ ഒക്ടോബർ മാസം അനുഗ്രഹത്തിൻ്റെ മാസമായിട്ട് ആക്കി തീർക്കാം. ദിവ്യകാരുണ്യനാഥൻ നമ്മളെ അതിനെ കൈനീട്ടി ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.